ബർത്ത്ഡേക്ക്? വേണം വേണം വേണം. എന്ത് ഗിഫ്റ്റ് ആയിരിക്കും? എനിക്ക് ഡ്രസ്സാണെന്ന് ഉറപ്പാ. കണ്ടതാ. അവളെ ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് കണ്ടത്. കൊടുക്കാം. ഗിഫ്റ്റ് തരട്ടെ? മേഡം അമ്മയുടെ ഒരു ഗിഫ്റ്റ് തുറന്നു വെക്ക്. ഇത് ആരെയൊക്കെ ചെയ്തെന്നാ ഇവിടെ ഞാൻ ശബ്ദം കേട്ടായിരുന്നു പൊട്ടിക്കുന്നേ. എനിക്ക് പക്ഷെ മറ്റേ അതൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. കൂപ്പണൊക്കെ ഞാൻ കത്തി വെച്ചിരിക്കും. ഇഷ്ടപ്പെട്ടോന്ന് പറ. സീരിയസ് ആയിട്ട് നല്ല രസമുണ്ട്. സീരിയസ് ആയിട്ട് ജീൻസിനുള്ള പൊളി. ഓക്കെ 4XL. ഇതിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല. ഞാൻ എണ്ണിക്കേണ്ടി വരും. എന്റെ പ്രത്യേകിച്ച് ഗിഫ്റ്റ് എവിടെ? അതിന് തുറന്നോ കുട്ടിക്ക്? ജീൻസോ? അതെനിക്ക് സൈസ് അല്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. അത് ജസ്റ്റ് എണ്ണിട്ടിട്ട് വെച്ച് നോക്കി. അത് കുഴപ്പമില്ല, നീ വെച്ച് നോക്കി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റാം. അവിടുത്തെ വണ്ണം അതേ ഉള്ളൂ. അവിടെ ഇനി കൂടുതൽ വണ്ണം കുറയാണെങ്കിൽ നീളം നല്ല കുറയുന്നു. ആ ജീൻസിനോട് ഉടുപ്പെന്ന് വെച്ച് നോക്കി. വലിയ മാച്ചിങ് കാണിച്ചെന്നാലും. ഇത് അമ്മ വന്നായിരുന്ന പുല്ലൂര്? ഇല്ല, ഞാൻ സെലക്ട് ചെയ്തതായിരുന്നു. ഇത് രസമില്ല. ഇത് രണ്ടും കൂടെ നല്ല അടി ആണോ? ഇടുമ്പോ നല്ലതായിരിക്കും. ആരും പേടിക്കണ്ട, കറണ്ട് പോയതാട്ടോ. ഇല്ല, നീ അത് നോക്ക്. ജീൻസ് ഇഷ്ടമായോ? പറയണേ കൊള്ളാന്ന്. എനിക്ക് ഗിഫ്റ്റ് ഇല്ലല്ലോ. നീ ശരിക്കും അറിയാമണ്ട. അങ്ങനെ ഞാൻ ഗിഫ്റ്റ് എല്ലാം കൊടുത്തു. അവൾക്ക് എല്ലാ ഗിഫ്റ്റും നല്ല ഇഷ്ടമായി. ആ ജീൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ അവൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. കാരണം അവരുടെ സൈസ് ഒട്ടും കറക്റ്റ് ആയിരുന്നില്ല. ലെങ്ത്തിലാണെങ്കിലും അവളുടെ സൈസിലാണെങ്കിലും എല്ലാം കുറച്ച് വലുതായിരുന്നു. അത് മിക്കവാറും മാറ്റിയെടുക്കേണ്ടി വരും. അപ്പോൾ ബാക്കി എല്ലാ ഗിഫ്റ്റും അവൾക്ക് ഇഷ്ടമായി. അവൾക്ക് ആ ടീഷർട്ടിൻ്റെ കളർ നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ പെൻഡൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം അവൾ വിശ്വസിച്ചില്ല. ഞാൻ ചുമ്മാ കൊടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അത് മനസ്സിലായത് ശരിക്കും ഉള്ളത് തന്നെയാണെന്ന്. കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ചെറിയ ഇതൊക്കെ ഉണ്ടാക്കി. എന്തിനാണ് ഇത്രയും വലുത് വാങ്ങിയത്, എന്തെങ്കിലും ചെറുത് വാങ്ങിയാൽ പോരായിരുന്നോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതിൻ്റെ പരിഭവമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും റേറ്റ് കൂടി എന്തിനാണ് വാങ്ങിച്ചത്, എനിക്ക് വേണ്ടായിരുന്നു. ചെറിയ എന്തെങ്കിലും കമ്മൽ വല്ലതും പോരായിരുന്നോ, എന്തിനാണ് ഇത് വാങ്ങിച്ചത്, സിൽവർ മതിയായിരുന്നു, അതിന് എത്ര റേറ്റ് ആവത്തില്ലല്ലോ, അങ്ങനെ ഓരോന്നും പറഞ്ഞു. ഇനി അതിൻ്റെ റേറ്റ് അറിയണം, അതിനുവേണ്ടി റേറ്റ് പറ. ഞാൻ മിണ്ടത്തില്ല, റേറ്റ് പറ, റേറ്റ് അറിഞ്ഞേ പറ്റൂ എന്നുള്ള വാശിക്ക് കേട്ടോ അവൾ നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. അവൾ ടേബിൾ നോക്കിയപ്പം എൻഗയുടെ കവർ കണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഞാൻ എന്തോ ഡ്രസ്സൊക്കെയാണ് വാങ്ങിക്കുന്നതെന്ന്. ഈ പെണ്ണിൻ്റെ കാര്യം അവൾ എക്സ്പെക്റ്റ് ചെയ്തതേ ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വീഡിയോ. ഇവിടെ തീരാണ്. ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.